ഭീതിയും മരണവും മരവിപ്പിച്ചു നിർത്തിയ വടക്കൻ വനത്തിന്റെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വേട്ടനായ്ക്കളുടെ ക്രൂരമായ കുരയും ഒരു പെൺകുട്ടിയുടെ ദയനീയമായ നിലവിളിയും ഉയർന്നു. മഞ്ഞും ഇലകളും നിറഞ്ഞ കാട്ടുപാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ടാൻസി ഓടുകയായിരുന്നു. അവളുടെ ഓരോ ശ്വാസവും തൊണ്ടയിൽ തങ്ങിനിന്നു. ഭയം കൊണ്ട് കാലുകൾ വേച്ചുപോയി. തൊട്ടുപിന്നാലെ ഒരു വിനോദയാത്രയ്ക്ക് ഇറങ്ങിയതുപോലെ ഉല്ലാസത്തോടെ ക്രൂരതയുടെ ആൾരൂപമായ റാംസേസ് നോയും അവന്റെ കാമുകി മൈറാണ്ടായും കൈകോർത്തുപിടിച്ച് ഓടുന്നുണ്ടായിരുന്നു. അവരുടെ കൈകളിൽ വില്ലുകളും അമ്പുകളുമുണ്ടായിരുന്നു. ഇരയെ വേട്ടയാടുന്ന മൃഗങ്ങളുടെ വന്യമായ ആനന്ദം അവരുടെ കണ്ണുകളിൽ തിളങ്ങി. അവർക്ക് പിന്നിലായി ഒട്ടും താൽപ്പര്യമില്ലാതെ യജമാനന്റെ ആജ്ഞ അനുസരിക്കാൻ വിധിക്കപ്പെട്ട അടിമയെപ്പോലെ മുടന്തിക്കൊണ്ട് തിയോണും അവരെ അനുഗമിച്ചു. അവന്റെ കണ്ണുകളിൽ പഴയ തിയോൺ ഗ്രേജോയുടെ നിഴൽ പോലും അവശേഷിച്ചിരുന്നില്ല. അവിടെ റീക്ക് എന്ന ഭീരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെളിയും മണ്ണും നിറഞ്ഞ ഒരു നീർച്ചാലിലേക്ക് അവൾ മുഖമടിച്ചു വീണു. തണുത്തുറഞ്ഞ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഭയത്താൽ വിറച്ച് അവൾ ചുറ്റും നോക്കി. എങ്ങോട്ട് തിരിഞ്ഞാലും മരണം മാത്രം. എവിടെയാണവൾ? റാംസേ ആകാംക്ഷയോടെ ചോദിച്ചു. പെട്ടെന്ന് വേട്ടനായ്ക്കൾ ആ നീർച്ചാലിലേക്ക് ഇരച്ചുകയറി. അവയെ കണ്ടതും ടാൻസി വീണ്ടും നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. എന്നാൽ മൈരണ്ട അടുത്ത അമ്പ് വളരെ ശ്രദ്ധയോടെ തൊടുത്തുവിട്ടു. അത് കൃത്യമായി ടാൻസിയുടെ കാലിൽ തുളച്ചുകയറി. കൊടിയ വേദനയോടെ അവൾ മണ്ണിൽ വീണുപോയി. നായ്ക്കൾ അവളെ വളഞ്ഞു. കുരച്ചുകൊണ്ട് അവളെ ഭയപ്പെടുത്തി. റാംസേയും കൂട്ടരും സാവധാനം അവിടേക്ക് നടന്നെത്തി. നല്ല കുട്ടികൾ, മതി മാറുവിൻ, നായ്ക്കളെ നിയന്ത്രിച്ചുകൊണ്ട് റാംസേ പറഞ്ഞു. ശേഷം മൈരാൻഡായെ നോക്കി അവൻ തുടർന്നു. നീ അവളെ വീഴ്ത്തി. അതാണ് പ്രധാനം, അല്ലേ റീക്ക്? തിയോൺ തന്റെ പഴയ വ്യക്തിത്വം നഷ്ടപ്പെട്ട് റീക്കായി മാറിയ അവൻ ഭയത്തോടെ തലകുനിച്ചു. അതെ യജമാനനെ, നല്ലൊരു ഏറായിരുന്നു. ടാൻസി മണ്ണിൽ കിടന്നുകൊണ്ട് ചോര വാർന്നൊഴുകുന്ന കാലുമായി കരഞ്ഞപേക്ഷിച്ചു. കരയല്ലേ മുത്തേ, ഇത് പെട്ടെന്ന് അവസാനിക്കും, റാംസേ അവളെ ആശ്വസിപ്പിക്കുന്നതുപോലെ പറഞ്ഞു. എന്നാൽ മൈരണ്ട വീണ്ടും അമ്പു തൊടുത്തു. അവൾക്ക് വലിയ സൗന്ദര്യമാണെന്നാ വിചാരം. ഞാനൊരെണ്ണം അവളുടെ മുഖത്തേക്ക് കൊടുക്കട്ടെ? മൈരണ്ട അസൂയയോടെ ചോദിച്ചു. വേണ്ട, നമുക്ക് നായ്ക്കൾക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട്. അവരല്ലേ കഷ്ടപ്പെട്ടത്, റാംസേ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തതല്ലേ? ടാൻസി കരഞ്ഞു. പക്ഷെ നീ മൈരാൻഡയെ അസൂയപ്പെടുത്തിയില്ലേ, റാംസേ പറഞ്ഞു. മൈരാൻഡ അല്പം അത്ഭുതത്തോടെ വില്ല് താഴ്ത്തി. നിന്റെ സാന്നിധ്യം ഇവിടെ ഒരു പ്രശ്നമായിരിക്കുന്നു. റാംസയുടെ മുഖഭാവം പെട്ടെന്ന് മാറി. അവന്റെ കണ്ണുകളിൽ കൊലപാതകിയുടെ തിളക്കം വന്നു. അവൻ നായ്ക്കൾക്ക് നേരെ തിരിഞ്ഞു ആക്രോശിച്ചു. കീറിക്കളവളെ! വിശന്നുവലഞ്ഞ നായ്ക്കൾ ടാൻസിയുടെ മേലേക്ക് ചാടിവീണു. അവളുടെ അലർച്ച കാടുമുഴുവൻ പ്രതിധ്വനിച്ചു. മാംസം കടിച്ചുപറിക്കുന്ന ശബ്ദം കേട്ട് നിസ്സഹായനായി കണ്ണീരടക്കാൻ പാടുപെട്ടുകൊണ്ട് തിയോൺ അത് നോക്കിനിന്നു. ടാൻസിയുടെ നിലവിളി നിലച്ചു. എന്നാൽ നായ്ക്കളുടെ മുരളൽ മാത്രം ബാക്കിയായി. കിങ്സ് ലാൻഡിംഗിലെ രാജകീയമായ ഒരു മുറിയിൽ ടിരിയൻ ലാനിസ്റ്ററും സഹോദരൻ ജെയ്മേയും പ്രഭാതഭക്ഷണം കഴിക്കുകയായിരുന്നു. പോഡ്രിക് അവർക്ക് ഭക്ഷണം വിളമ്പി. വലതുകൈ നഷ്ടപ്പെട്ട ജെയ്മേ തന്റെ പുതിയ സ്വർണ്ണക്കൈ നോക്കിയിരിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ടത് വെറുമൊരു കൈയല്ല, തന്റെ അസ്തിത്വം തന്നെയാണെന്ന് ജെയ്മേക്ക് തോന്നി. നിങ്ങളുടെ പുതിയ കൈ പഴയതിനേക്കാൾ നന്നായിരിക്കുന്നു, അല്ലേ പോഡ്? ടിരിയൻ തമാശരൂപേണ ചോദിച്ചു. ഇത് തങ്കമാണോ? പോഡ്രിക് കൗതുകത്തോടെ ചോദിച്ചു. സ്വർണം പൂശിയ ഉരുക്ക്, ജൈമേ നിർവികാരനായി മറുപടി പറഞ്ഞു. നിങ്ങൾ കഴിക്കുന്നില്ലല്ലോ. എന്താ ആരും കഴിക്കാത്തത്? എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കുന്നില്ല. ഇപ്പോൾ എന്റെ സഹോദരനും പട്ടിണി കിടക്കുന്നു, ടിരിയൻ പറഞ്ഞു. എനിക്ക് വിശപ്പില്ല, ജെയ്മേ പറഞ്ഞു. നിങ്ങൾക്ക് കൈയല്ലേ പോയുള്ളൂ, വയറല്ലല്ലോ. ആ പന്നിയിറച്ചി ഒന്ന് കഴിച്ചു നോക്കൂ. റോബർട്ടിനെ കൊന്നതിനുശേഷം സെർസിക്ക് ഇതിനോട് വലിയ പ്രിയമാണ്, ടിരിയൻ നിർബന്ധിച്ചു. എന്നിട്ട് തന്റെ പാനപാത്രം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. നമുക്കൊരു ടോസ്റ്റ് പറയാം, അഭിമാനികളായ ലാനിസ്റ്റർ മക്കൾക്കു വേണ്ടി. ഉയരമില്ലാത്തവൻ, മുടന്തൻ, പിന്നെ ഭ്രാന്തിന്റെ മാതാവ്. ജെയ്മേ തന്റെ ഇടതുകൈകൊണ്ട് ഗ്ലാസ് എടുക്കാൻ ശ്രമിച്ചെങ്കിലും ശീലമില്ലാത്തതുകൊണ്ട് അത് മറിഞ്ഞുപോയി. വീഞ്ഞ് മേശപ്പുറത്ത് പരന്നൊഴുകി. പോഡ്രിക് അത് വൃത്തിയാക്കാൻ തുടങ്ങിയെങ്കിലും ജെയ്മേ അവനെ തടഞ്ഞു പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അപമാനഭാരത്താൽ ജെയ്മേ തലതാഴ്ത്തി. ഒരു ഗ്ലാസ് എടുക്കാൻ പോലും കഴിയാത്ത താൻ എങ്ങനെയാണ് ഒരു പടയാളിയാകുക? എനിക്കിനി പൊരുതാൻ കഴിയില്ല, നിരാശയോടെ ജെയ്മേ പറഞ്ഞു. നിങ്ങളുടെ ഇടതുകൈ ഉപയോഗിച്ചുകൂടെ? ടിരിയൻ ചോദിച്ചു. വാൾ പിടിക്കാം, പക്ഷെ ശീലമില്ല. സ്വന്തം കാര്യം നോക്കാൻ പോലും പറ്റാത്ത ഞാൻ എങ്ങനെ രാജാവിനെ സംരക്ഷിക്കും? ജെയ്മേ ചോദിച്ചു. നിങ്ങളിപ്പോൾ ലോർഡ് കമാൻഡറാണ്, ആജ്ഞാപിക്കുക. മറ്റുള്ളവർ പൊരുതട്ടെ. അച്ഛൻ അവസാനമായി വാളെടുത്തതെപ്പോഴാണ്? ടിരിയൻ ചോദിച്ചു. ഞാൻ അച്ഛനല്ല, ഞാൻ കിങ്സ്ലെയറാണ്, ജെയ്മേ വിഷമത്തോടെ പറഞ്ഞു. എങ്കിൽ പരിശീലിക്കൂ, ഇടതുകൈകൊണ്ട് പൊരുതാൻ പഠിക്കൂ. നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു പരിശീലകനെ വേണം. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, ടിരിയൻ പറഞ്ഞു. കടൽത്തീരത്തെ പാറക്കെട്ടുകൾക്കിടയിൽ തിരമാലകളുടെ ശബ്ദം മാത്രം കേൾക്കുന്ന ആരുമില്ലാത്ത ഒരിടത്ത് ബ്രോൺ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ജെയ്മേ അവിടേക്കെത്തി. നിങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ കഴിയുമെന്ന് എന്റെ സഹോദരൻ പറഞ്ഞു. ഒരു കൂലിപ്പടയാളിക്ക് ചേരാത്ത ഗുണമാണല്ലോ, ജെയ്മേ പറഞ്ഞു.
നിങ്ങളുടെ അച്ഛനെപ്പോലെ നിങ്ങൾ സ്വർണം തൂറുമെന്ന് അവനും പറഞ്ഞു. ബ്രോൺ മറുപടി നൽകി. ജൈമെ ഒരു സഞ്ചി സ്വർണം ബ്രോണിനു നേരെ എറിഞ്ഞുകൊടുത്തു. ഇവിടം സുരക്ഷിതമാണോ? ജൈമെ ചോദിച്ചു. താൻ തിരഞ്ഞെടുത്ത സ്ഥലം സുരക്ഷിതമാണെന്ന് ബ്രോൺ ഉറപ്പു നൽകി. ജൈമെ തന്റെ വാലീരിയൻ സ്റ്റീൽ വാൾ പുറത്തെടുത്തു. വാലീരിയൻ സ്റ്റീൽ സുന്ദരിയായിരിക്കുന്നു. പക്ഷേ നിങ്ങൾ മൂർച്ചയുള്ള വാളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാനും അത് ഉപയോഗിക്കേണ്ടിവരും. ഞാൻ അത് ഉപയോഗിച്ചാൽ പിന്നെ എനിക്ക് കൂലി തരാൻ ആളുണ്ടാവില്ല, ബ്രോൺ പറഞ്ഞു. അവനൊരു പരിശീലന വാൾ ജൈമയ്ക്ക് നേരെ നീട്ടി. ജൈമെ അതെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രോൺ അവന്റെ കൈക്ക് വാളുകൊണ്ടടിച്ചു. എതിരാളി ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ആക്രമിക്കുന്നു, ജൈമെ ദേഷ്യത്തോടെ ചോദിച്ചു. അതാണ് ആക്രമിക്കാൻ പറ്റിയ സമയം, ബ്രോൺ പറഞ്ഞു. അവർ പരിശീലനം തുടങ്ങി. എന്നാൽ ഇടതുകൈകൊണ്ടുള്ള ജൈമയുടെ നീക്കങ്ങൾ ദുർബലമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച വാളുകാരിൽ ഒരാളായിരുന്ന ജൈമയെ ബ്രോൺ വളരെ എളുപ്പത്തിൽ അവനെ പരിഹസിച്ചുകൊണ്ട് തറപറ്റിച്ചു. വടക്ക് ഡ്രെഡ്ഫോർട്ടിന്റെ ഇരുളടഞ്ഞ കോട്ടയിലേക്ക് കുതിരകളുടെ കുളമ്പടി ശബ്ദം മുഴങ്ങി. റൂസ് ബോൾട്ടണും ഭാര്യ വാൾഡായും എത്തിച്ചേർന്നു. റാംസെ അവരെ സ്വീകരിക്കാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അച്ഛാ, സ്വാഗതം, റാംസെ പറഞ്ഞു. വാൾഡ, ഇതാണെന്റെ മകൻ റാംസെ സ്നോ, എന്റെ ബാസ്റ്റാർഡ്. റൂസ് തന്റെ ഭാര്യയെ പരിചയപ്പെടുത്തി. പരിചയപ്പെട്ടതിൽ സന്തോഷം അമ്മേ, റാംസെ അവളെ കെട്ടിപ്പിടിച്ചു. ആലിംഗനത്തിൽ ഒളിഞ്ഞിരുന്ന ഭീഷണി മനസ്സിലായില്ലെങ്കിലും റോസ് അത് ശ്രദ്ധിച്ചു. അന്ന് രാത്രി റൂസ് തീയിനു മുന്നിൽ ക്ഷീണിതനായിരിക്കുമ്പോൾ റാംസെയും തിയോണും കടന്നുവന്നു. മെലിഞ്ഞുണങ്ങി വികൃതമായ രൂപത്തിലായിരുന്ന തിയോണിനെ കണ്ട് റൂസ് ചോദിച്ചു, നീ ഇവനെ എന്തു ചെയ്തു? ഞാൻ ഇവനെ പരിശീലിപ്പിച്ചു. പഠിക്കാൻ ഇത്തിരി പാടായിരുന്നു, പക്ഷെ അവൻ പഠിച്ചു, റാംസെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇവന്റെ തൊലി ഉരിച്ചു, റൂസ് കുറ്റപ്പെടുത്തി. ഇവൻ ബാലൻ ഗ്രേജോയുടെ മകനാണ്. ഇവനെ വെച്ച് എനിക്ക് മോട്ട് കെയ്ലിൻ തിരിച്ചുപിടിക്കാമായിരുന്നു. ഇവൻ ഒരു വിലപിടിപ്പുള്ള ബന്ധിയായിരുന്നു, അല്ലാതെ നിന്റെ കളിപ്പാട്ടമല്ല. തിയോൺ നമ്മുടെ ശത്രുവായിരുന്നു. പക്ഷെ റീക്ക് നമ്മളെ ഒരിക്കലും ചതിക്കില്ല, റാംസെ പറഞ്ഞു. തന്റെ സൃഷ്ടിയായ റീക്കിനെ അച്ഛന് കാണിച്ചുകൊടുക്കാൻ റാംസെ തീരുമാനിച്ചു. അവൻ തിയോണിനെക്കൊണ്ട് തന്നെ ഷേവ് ചെയ്യിപ്പിച്ചു. മൂർച്ചയുള്ള കത്തി തിയോൺ റാംസെയുടെ കഴുത്തിൽ വെക്കുമ്പോൾ റാംസെ അവനെ പ്രകോപിപ്പിച്ചു. റീക്ക് അച്ഛനോട് പറയൂ, ബ്രാനും റിക്കോണും എവിടെയാണെന്ന് റാംസെ ചോദിച്ചു. എനിക്കറിയില്ല പ്രഭോ, തിയോൺ വിറച്ചു. റോബ് സ്റ്റാർക്ക് മരിച്ചുപോയി റീക്ക്. നിന്റെ സഹോദരനെപ്പോലെ ആയിരുന്നില്ലേ അവൻ? എന്റെ അച്ഛനാണ് അവന്റെ നെഞ്ചിൽ കത്തിയിറക്കിയത്. നിനക്കെന്തു തോന്നുന്നു? റാംസെ ചോദിച്ചു. കത്തി റാംസെയുടെ തൊണ്ടയിലെ ഞരമ്പിന് മുകളിൽ അമർന്നു. തിയോണിന്റെ കൈ വിറച്ചു. അന്തരീക്ഷം വലിഞ്ഞുമുറുകി. ഒരു നിമിഷം അവൻ റാംസെയുടെ കഴുത്തറുക്കുമെന്ന് തോന്നിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു നിമിഷം പഴയ തിയോൺ മിന്നിമറഞ്ഞു. പക്ഷേ വർഷങ്ങളായുള്ള പീഡനം അവന്റെ മനസ്സിനെ തളർത്തിയിരുന്നു. അവൻ പരാജയം സമ്മതിച്ചുകൊണ്ട് ഷേവ് ചെയ്യുന്നത് തുടർന്നു. റൂസ് ബോൾട്ടൺ മകന്റെ ഈ ഭ്രാന്തമായ ധൈര്യം കണ്ട് അത്ഭുതപ്പെട്ടു. മോട്ട് കെയ്ലിൻ പിടിച്ചെടുക്കാൻ റാംസെയെ അയക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കിങ്സ് ലാൻഡിംഗിൽ വിവാഹത്തിന് മുന്നോടിയായി സമ്മാനങ്ങൾ നൽകുന്ന ചടങ്ങായിരുന്നു. ജോഫ്രി സിംഹാസനത്തിൽ ഇരുന്നു. മേസ് ടൈറൽ മനോഹരമായ ഒരു പാനപാത്രം സമ്മാനിച്ചു. തുടർന്ന് ടിരിയൻ അപൂർവമായ ഒരു ചരിത്രപുസ്തകം സമ്മാനമായി നൽകി. 4 രാജാക്കന്മാരുടെ ജീവിതം. എല്ലാ രാജാക്കന്മാരും വായിച്ചിരിക്കേണ്ട പുസ്തകം, ടിരിയൻ പറഞ്ഞു. എന്നാൽ ജോഫ്രി അത് പുച്ഛത്തോടെ നോക്കി. തുടർന്ന് ടൈവിൻ ലാനിസ്റ്റർ സമ്മാനിച്ച വലീരിയൻ സ്റ്റീൽ വാൾ കണ്ട് ജോഫ്രി ആവേശഭരിതനായി. അവൻ ആ വാൾ കയ്യിലെടുത്തു വീശി. ഇതിനൊരു പേരിടണം. കൂട്ടത്തിലൊരാൾ വിഡോസ്വെയിൽ എന്ന് വിളിച്ചു പറഞ്ഞു. എനിക്ക് ആ പേരിഷ്ടപ്പെട്ടു, ജോഫ്രി പറഞ്ഞു. പെട്ടെന്ന് അവൻ ആ പുതിയ വാൾ ഉപയോഗിച്ച് ടിരിയൻ നൽകിയ പുസ്തകം വെട്ടിനുറുക്കി. കടലാസുകൾ ചിതറി വീണു. സദസ്സ് ഞെട്ടിപ്പോയി. ജോഫ്രിയുടെ മുഖത്ത് വികൃതമായ ഒരു ചിരി പടർന്നു. ഓരോ തവണ ഞാനിതുപയോഗിക്കുമ്പോഴും നെഡ് സ്റ്റാർക്കിന്റെ തല വെട്ടുന്നതുപോലെ എനിക്ക് തോന്നും. ജോഫ്രി ക്രൂരമായി ചിരിച്ചു. തന്റെ മുറിയിൽ തിരിച്ചെത്തിയ ടിരിയൻ ഹൃദയവേദനയോടെ ഒരു തീരുമാനമെടുത്തു. ഷെയ്യെ കിങ്സ് ലാൻഡിംഗിൽ നിർത്തിയാൽ സെർസി അവളെ കൊല്ലുമെന്ന് അവനറിയാമായിരുന്നു. അവളെ രക്ഷിക്കാൻ അവളെ വെറുപ്പിക്കേണ്ടിവരും. നമ്മുടെ സൗഹൃദം ഇവിടെ അവസാനിക്കുന്നു. പെൻറ്റോസിലേക്ക് പോകാൻ ഒരു കപ്പൽ തയ്യാറാണ്, ടിരിയൻ പറഞ്ഞു. എനിക്ക് പോകണ്ട, ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല. നമുക്കിവരോട് പൊരുതാം, ഷേ കരഞ്ഞു. നീ ഒരു വേശ്യയാണ്. സൻസയ്ക്ക് എന്റെ കുട്ടികളെ പ്രസവിക്കാൻ കഴിയും. നിനക്ക് കഴിയില്ല. ഒരു വേശ്യയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. നീ എത്ര പേരോടൊപ്പം കിടന്നിട്ടുണ്ട്? ടിരിയൻ കടുത്ത ഭാഷയിൽ ചോദിച്ചു. ഓരോ വാക്കും അവന്റെ ഹൃദയത്തെയും മുറിവേൽപ്പിച്ചുകൊണ്ട് പുറത്തുവന്നു. ഷേ കരഞ്ഞുകൊണ്ട് ബ്രോണിന്റെ കൂടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വാതിലടഞ്ഞപ്പോൾ ടിരിയൻ തകർന്നുപോയി. അവൻ ദേഷ്യത്തോടെ തന്റെ പാനപാത്രം എറിഞ്ഞുടച്ചു. അതേസമയം ഡ്രാഗൺസ്റ്റോണിൽ മെലിസാൻഡ്രയുടെ നേതൃത്വത്തിൽ 3 പേരെ തീയിലെരിച്ചുകൊന്നു. അവരുടെ നിലവിളി സമുദ്രത്തിന് മുകളിൽ മുഴങ്ങി. രാത്രി ഇരുളടഞ്ഞതും ഭീതി നിറഞ്ഞതുമാണ് എന്ന് അവർ പ്രാർത്ഥിച്ചു. സ്റ്റാനിസ് ബറാത്തിയൻ അത് നിർവികാരനായി നോക്കിനിന്നു. പിന്നീട് മെലിസാൻഡ്രെ സ്റ്റാനിസിന്റെ മകൾ ഷിറീനിനെ കാണാൻ ചെന്നു. തീയിൽ വെന്തുമരിച്ചവരുടെ നിലവിളി കേട്ട് ഭയന്ന ഷിറീനോട് മെലിസാൻഡ്രെ പറഞ്ഞു, 7 നരകങ്ങളില്ല രാജകുമാരി.
നാം ജീവിക്കുന്ന ഈ ലോകമാണ് ഏക നരകം. വടക്ക് മഞ്ഞുമൂടിയ വനത്തിൽ ബ്രാൻ തന്റെ ചെന്നായായ സമറിന്റെ ശരീരത്തിൽ നിന്നും ഉണർന്നു. വായയിൽ രക്തത്തിന്റെ രുചിയുണ്ടായിരുന്നു. ഹോഡോർ, മീര, ജോജൻ എന്നിവർ അവനോടൊപ്പമുണ്ടായിരുന്നു. നീ കൂടുതൽ സമയം ചെന്നായായി ജീവിച്ചാൽ മനുഷ്യനായിരുന്ന കാര്യം നീ മറന്നുപോകും, ജോജൻ മുന്നറിയിപ്പ് നൽകി. ബ്രാൻ ഒരു വീർവുഡ് മരത്തിൽ തൊട്ടപ്പോൾ അവന് ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്കുമുള്ള ദർശനങ്ങൾ ലഭിച്ചു. 3 കണ്ണുള്ള കാക്ക, വീഴുന്ന ബ്രാൻ, ഒരു നിഴൽ പോലെ പറക്കുന്ന ഡ്രാഗൺ. എന്നെ മരത്തിന് താഴെ തിരിയൂ എന്ന് ഒരു ശബ്ദം അവനോട് പറഞ്ഞു. അവർ വടക്കോട്ട് യാത്ര തുടർന്നു. കിങ്സ് ലാൻഡിങ്ങിൽ രാജകീയ വിവാഹം നടന്നു. വമ്പിച്ച ജനക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ജോഫ്രിയും മാർഗേരിയും വരണമാല്യമണിഞ്ഞു. ഇപ്പോൾ മുതൽ ഇവർ ഒരേ ഹൃദയവും ഒരേ ശരീരവും ഒരേ ആത്മാവുമാണ് എന്ന് പുരോഹിതൻ പ്രഖ്യാപിച്ചു. വിവാഹത്തിന് ശേഷം നടന്ന വിരുന്ന് അതിഗംഭീരമായിരുന്നു. കൊട്ടാരമുറ്റത്ത് സംഗീതജ്ഞരും അഭ്യാസികളും നിറഞ്ഞാടി. വിരുന്നിനിടയിൽ ഒലെന്ന ടൈറലും ടൈവിനും തമ്മിൽ അധികാരത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും സംഭാഷണം നടന്നു. ഇത് കുറച്ചു കൂടിപ്പോയി, ടൈവിൻ പറഞ്ഞു. എല്ലാം ആനുപാതികമാണ്, ഒലെന്ന തിരിച്ചടിച്ചു. യുദ്ധങ്ങൾ ചിലവേറിയതാണ്. എന്തായാലും നിങ്ങൾ ആസ്വദിക്കാൻ പഠിക്കൂ. മരിക്കുന്നതിനു മുൻപ് എന്തെങ്കിലും ഒന്ന് ആസ്വദിക്കുന്നത് നല്ലതാണ്. വിരുന്നിൽ പലതരത്തിലുള്ള കലാപരിപാടികൾ നടന്നു. പക്ഷെ ജോഫ്രിക്കൊന്നും തൃപ്തിയായില്ല. സംഗീതജ്ഞർ പാടിയപ്പോൾ ജോഫ്രി അവർക്ക് നേരെ നാണയങ്ങളെറിഞ്ഞു അവരെ ഓടിച്ചു. വിരുന്നിനിടയിൽ ലോറാസ് ടൈറൽ അബദ്ധത്തിൽ ജെയ്മയെ തട്ടി. നിങ്ങൾ സെർസിയെ വിവാഹം കഴിച്ചാൽ അവൾ ഉറക്കത്തിൽ നിങ്ങളെ കൊല്ലും. അല്ലെങ്കിൽ അവളിൽ നിങ്ങളൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ ആ കുഞ്ഞ് ജനിക്കുന്നതിനു മുൻപ് അവൾ അതിനെ കൊല്ലും, ജെയ്മെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാൻ അവളെ വിവാഹം കഴിക്കില്ല, നിങ്ങളും അവളെ വിവാഹം കഴിക്കില്ല, ലോറാസ് പുഞ്ചിരിയോടെ മറുപടി നൽകി. തുടർന്ന് ബ്രിയൻ ജോഫ്രിക്കും മാർഗേരിക്കും ആശംസകൾ നേർന്നു. എന്നാൽ സെർസി അവളെ തടഞ്ഞു നിർത്തി പരിഹസിച്ചു. നിങ്ങൾ റെൻലിയെ സേവിച്ചു, ഇപ്പോൾ എന്റെ സഹോദരനെ. നിങ്ങൾ ഇഷ്ടമുള്ളവരുടെ കൂടെ കൂടുകയാണല്ലോ, സെർസി പറഞ്ഞു. ഞാൻ നിങ്ങളുടെ സഹോദരനെ സേവിക്കുന്നില്ല, ബ്രിയൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. സെർസിയുടെ വാക്കുകൾ ബ്രിയനെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ മറുപടി പറയാതെ തലകുനിച്ചു നടന്നു നീങ്ങി. അതിഥികളായി എത്തിയ ഓബറിൻ മാർട്ടലും സെർസിയും തമ്മിലുള്ള സംഭാഷണവും മുറുകി. ഓബറിൻ തന്റെ സഹോദരിയുടെ മരണത്തിന് ലാനിസ്റ്റർകളാണ് ഉത്തരവാദികളെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചു. നിങ്ങളുടെ മകൾ മൈർസെല്ലായ്ക്ക് ഡോർണിൽ സുഖമാണെന്ന് കരുതുന്നു, ഓബറിൻ പറഞ്ഞപ്പോൾ സെർസി ഭയന്നു. പെട്ടെന്ന് ജോഫ്രി എല്ലാവരോടുമായി പറഞ്ഞു, ഇതൊന്നും ഒരു വിനോദമല്ല, ചരിത്രമാണ് പ്രധാനം. ഇതാ 5 രാജാക്കന്മാരുടെ യുദ്ധം. 5 കുള്ളന്മാർ 5 രാജാക്കന്മാരുടെ വേഷത്തിൽ വേദിയിലെത്തി. അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നതായി അഭിനയിച്ചു. റെൻലി, സ്റ്റാനിസ്, റോബ് സ്റ്റാർക്ക്, ബാലൻ ഗ്രേ ജോയ്, പിന്നെ ജോഫ്രി എന്നീ വേഷങ്ങളിലായിരുന്നു അവർ. അവർ പരസ്പരം അശ്ലീലമായ രീതിയിൽ കളിയാക്കുകയും അടിക്കുകയും ചെയ്തു. റോബ് സ്റ്റാർക്കിന്റെ വേഷം കെട്ടിയ ആൾ ഒരു ചെന്നായയുടെ തലവെച്ച് വേദിയിൽ മരിച്ചു വീണപ്പോൾ സെൻസ വേദനയോടെ മുഖം തിരിച്ചു. എന്നാൽ ജോഫ്രി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. സദസ്സിലുണ്ടായിരുന്ന പലരും അസ്വസ്ഥരായി. എന്നാൽ ജോഫ്രി ഇത് ആസ്വദിച്ചു. വിജയിക്ക് സ്വർണം നൽകണം, ജോഫ്രി പറഞ്ഞു. പിന്നീട് അവൻ ടിരിയണിന് നേരെ തിരിഞ്ഞു. ആരെങ്കിലും ഇവനെ വെല്ലുവിളിക്കുന്നുണ്ടോ? അമ്മാവാ, നിങ്ങൾക്കാവാലോ. യുദ്ധത്തിൽ ഇത്രയും ധീരനായിരുന്നിട്ടും. സദസ്സ് മുഴുവൻ ടിരിയനെ നോക്കി. അപമാനഭാരം കൊണ്ട് ടിരിയന്നിന്റെ മുഖം കറുത്തു. എനിക്കൊരു യുദ്ധം മതിയായി, നിങ്ങൾ തന്നെ പൊരുതൂ. യഥാർത്ഥ രാജാവ് എങ്ങനെ പൊരുതുമെന്ന് കാണിക്കൂ, ടിരിയൻ മറുപടി നൽകി. ഇത് കേട്ട് ജോഫ്രിക്ക് ദേഷ്യം വന്നു. സദസ്സ് നിശബ്ദമായി. അവൻ തന്റെ പാനപാത്രത്തിലെ വീഞ്ഞ് ടിരിയണിന്റെ തലയിലൂടെ ഒഴിച്ചു. ചുവന്ന വീഞ്ഞ് ടിരിയണിന്റെ മുഖത്തിലൂടെയും വസ്ത്രത്തിലൂടെയും ഒഴുകിയിറങ്ങി. അയ്യോ, ഒഴുകിപ്പോയല്ലോ, ജോഫ്രി പരിഹസിച്ചു. പുതിയ വീഞ്ഞു കൊണ്ടുവരൂ, ജോഫ്രി ആജ്ഞാപിച്ചു. അവൻ തന്റെ ഒഴിഞ്ഞ പാനപാത്രം താഴെയിട്ടു. ടിരിയൻ അതെടുക്കാൻ കുനിഞ്ഞപ്പോൾ ജോഫ്രി അത് കാൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. അതെടുത്ത് വീഞ്ഞൊഴിക്ക്, ജോഫ്രി പറഞ്ഞു. ടിരിയൻ പാനപാത്രമെടുത്ത് വീഞ്ഞ് നിറച്ചു നൽകി. എന്നാൽ ജോഫ്രി അത് വാങ്ങിച്ചില്ല. മുട്ടുകുത്ത്, നിന്റെ രാജാവിന് മുൻപിൽ മുട്ടുകുത്ത്, ജോഫ്രി അലറി. ടിരിയൻ അനങ്ങിയില്ല. അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. ജോഫ്രിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സദസ്സ് ശ്വാസമടക്കി പിടിച്ചു നിന്നു. ആ സമയം വലിയൊരു പൈപ്പ് വേദിയിലേക്ക് കൊണ്ടുവന്നു. അതൊരു ആശ്വാസമായി. നോക്കൂ, പൈ വരുന്നു, മാർഗേരി വിളിച്ചു പറഞ്ഞു. ജോഫ്രി അത് തന്റെ വാൾ കൊണ്ട് വെട്ടി. അതിൽ നിന്നും 100 കണക്കിന് പ്രാവുകൾ പറന്നുയർന്നു. തൂവലുകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അന്തരീക്ഷം ഒന്ന് തണുത്തു. മാർഗേരി ജോഫ്രിക്ക് പൈ നൽകി. അമ്മാവാ, എവിടെ പോകുന്നു? എനിക്ക് വീഞ്ഞു തരൂ, ജോഫ്രി പറഞ്ഞു. ടിരിയൻ വീഞ്ഞു നൽകി. ജോഫ്രി അത് ആർത്തിയോടെ കുടിച്ചു. ഈ പൈ വല്ലാതെ ഉണങ്ങിയിരിക്കുന്നു, തൊണ്ടയിൽ പിടിക്കുന്നു, ജോഫ്രി പറഞ്ഞു. അവൻ വീണ്ടും വീഞ്ഞു കുടിച്ചു. പെട്ടെന്ന് ജോഫ്രി ചുമക്കാൻ തുടങ്ങി. ആദ്യം അതൊരു സാധാരണ ചുമയായി തോന്നി. എന്നാൽ പെട്ടെന്ന് അത് രൂക്ഷമായി. അവൻ ശ്വാസം കിട്ടാതെ പിടയാൻ തുടങ്ങി.
കയ്യിലിരുന്ന പാനപാത്രം താഴെ വീണു. ഒന്നുമില്ല, അവൻ പറയാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തുവന്നില്ല. അവന് ശ്വാസം കിട്ടുന്നില്ല. മാർഗേരി ഭയത്തോടെ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും സഹായിക്കൂ. ഒലെന്ന പറഞ്ഞു. ജയ്മയും സെർസിയും ഓടിയെത്തി. ജോഫ്രി നിലത്തു വീണു പിടഞ്ഞു. അവന്റെ മുഖം വിളറി, പിന്നീട് ഭയാനകമായ നീലനിറമായി മാറി. കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ചുണ്ടുകൾക്കിടയിലൂടെ നുരയും പതയും വന്നു. തൊണ്ടയിലെന്തോ കുടുങ്ങിയതുപോലെ അവൻ കൈകൾ കൊണ്ട് മാന്തിപ്പറിക്കാൻ ശ്രമിച്ചു. മൂക്കിൽ നിന്നും രക്തം ധാരയായി ഒഴുകാൻ തുടങ്ങി. സെർസി അവനെ മടിയിൽ കിടത്തിക്കരഞ്ഞു, സഹായിക്കൂ, ആരെങ്കിലും സഹായിക്കൂ. ജോഫ്രി അവസാനമായി തന്റെ കൈ ടിരിയണിന് നേരെ നീട്ടി. അവന്റെ കണ്ണുകളിൽ കൊടുംഭീതി നിഴലിച്ചു. അവൻ എന്തോ പറയാൻ ശ്രമിച്ചു, പക്ഷെ ജീവൻ അവനിൽ നിന്നും വഴുതിപ്പോയി. അവൻ 1-2 വട്ടം കൂടി പിടഞ്ഞു, പിന്നെ നിശ്ചലമായി. സെർസി തന്റെ മകന്റെ മൃതശരീരത്തിലേക്ക് നോക്കി. പിന്നെ സാവധാനം തലയുയർത്തി ടിരിയണിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ തീയായിരുന്നു. ഇവൻ ചെയ്തു. ഇവൻ എന്റെ മകനെ വിഷം കൊടുത്തു കൊന്നു. ഇവനെ പിടിക്കൂ. സെർസി അലറി വിളിച്ചു. കാവൽക്കാർ ടിരിയണിനെ കടന്നുപിടിച്ചു. ഭീതിയുടെയും അനിശ്ചിതത്വത്തിന്റെയും കറുത്ത നിഴൽ കിങ്സ് ലാൻഡിങ്ങിനെ മൂടി. ജോഫ്രിയുടെ വികൃതമായ മുഖം ആകാശത്തേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.